ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്? അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ. സ്വർഗം അതാണ്. അല്ലാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൻ നാസിയാത്തിന്റെ 40-41 ആയത്തുകൾ ഞാനൊന്നിങ്ങ് പരിശോധിച്ചു നോക്കി. ശൈഖ് അവറുകളോട്, ഷഖീഖുൽ ബൽഖിയോട്, ഹാസിമുൽ അസ്മ തങ്ങളുടെ മറുപടി ഞാൻ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചു. അല്ലാഹു ഇങ്ങനെ പറയാൻ, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى فَعَلِمْتُ. ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ ഖൗല് ഹുവൽ ഹഖ്, അതാണ് ഹഖ്. ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ, എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും അങ്ങനെ എന്റെ ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി. ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റണില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരാണ്, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും? എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? അതിനൊരു ക്യാപ്സ്യൂൾ ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ 7 മററാത്ത്, ഒരു തെറ്റ് അള്ളാഹുവിനെ ഓർത്ത് 7 പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരാൾ പിന്മാറിയാൽ, فإن الله أكرم أن يبتليه بذنب تركه لأجله 7 مرات. 7 പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം. ഒരിക്കൽ ഇങ്ങനെ തോന്നി, അള്ളാഹ് ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യണ്ടേ. അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് 7 പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ, ഒരിക്കൽ തോന്നി വേണ്ട ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാൻ, പുറത്തിറങ്ങി നടക്കല്ലേ, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല, നിങ്ങൾ അച്ചടക്കത്തിൽ, വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാ. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, കണ്ണ് സൂക്ഷിക്കണം. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ടുപറ്റോ? ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവനാ സത്യവിശ്വാസിയായ മുസ്ലിം. കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണ് സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ. മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ? അല്ലേ? കണ്ണ് ചിമ്മണം. അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണ് ചിമ്മി, ചെറിയൊരു പ്രയാസമൊക്കെ ഇപ്പൊ തോന്നി, പടച്ചോനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ, അല്ലെ? പെട്ടെന്ന് ഫോണിലേക്കൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ്, വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ്, ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു, നീ ഒന്ന് ക്ലിക്ക് ചെയ്യ്, ഒന്ന് നോക്ക്, ഒന്ന് എൻ്റർ ചെയ്യ്. വേണ്ട. 2 പ്രാവശ്യം വേണ്ട, 3 പ്രാവശ്യം ഇല്ല, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 4 ഇല്ല, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 5, 6, 7, 7ാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ, ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല.
പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല എന്നാണ്. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി 7 പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളു കുടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വ്യഭിചരിച്ചവര്, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി അത് ചെയ്യൂലേ? പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക്, വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല, ഒരിക്കൽ ചെയ്യില്ല, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിന് റെസ്പോൺസ് ചെയ്യൂലേ. 7 പ്രാവശ്യം നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും. ശരീരത്തിനത് ഇഷ്ടമാകും. അള്ളാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഖീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ്, നളർതു ഫീ ഖൗലില്ലാഹ്, അള്ളാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, അതാണ് ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അതല്ല, അല്ലല്ല, എന്റെ നാട്ടുകാർ കാണുന്നു, അതൊന്നും നീ നോക്കണ്ട. ഖാഫ മഖാമ റബ്ബിഹി, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്. ഇമാമുന അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും, നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും, നിനക്കെങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും, നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും, നിനക്കെങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും? അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്, അല്ലേ? ഞാൻ ഈ ചെയ്ത തെറ്റ് അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അള്ളാഹ് കാണില്ല എന്ന് വിചാരിച്ച, അള്ളാഹ് കാണുന്നുണ്ടെന്ന് അറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റ് ചെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ, നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയില്ലേ, അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ. അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതലൊന്നും വാദ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നാവാതെ പോരെ. സുഹൃത്തുക്കൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം. അതിനാണ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും ഹക്ക് കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ കാരണം. ഓർമ്മിപ്പിക്കണം, പരസ്പരം ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിലൊരു പ്രേമമാണ്, ഏതോ ഒരു പെണ്ണിനോട് പ്രേമമാണ് മനസ്സിൽ നിന്ന്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പെണ്ണിന്റെ വീടിന്റെ അരികത്തുകൂടെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഖാരിജത്ത് ബിൻ സിയാദ്. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് തുല്യനായ ഒരു ചെറുപ്പക്കാരൻ, ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ ഖാരിജ ഇബ്നു സിയാദ്. പ്രേമായിരുന്നു. അങ്ങനെ താൻ ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി തന്റെ ഇടമുള്ള കുട്ടിയാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടികത്തുകൂടെ ഇങ്ങനെ ഇടക്കിടക്ക് ഇവൻ നടക്കും. ഇവൻ പള്ളിയിൽ പോയി വരുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ രസം. പള്ളിയിൽ പോയിട്ടുണ്ട്, ചിന്ത പ്രേമമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പെണ്ണിനോട് ഇവൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നിനക്കറിയുമോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, അനുരാഗമുണ്ട്, നീ ഇതിന് ഒരുക്കമാണോ? ഒരൊറ്റ മറുപടിയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി പോലെ വാ തുറന്ന് ഉറക്ക മറുപടി പറയാൻ കഴിയുന്ന പെൺകുട്ടികളാവണം നമ്മുടെ മക്കൾ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പഴപ്പിക്കാൻ വരുമ്പോ
നിന്റെ ആ പ്രേമമൊക്കെ യൗമത് തഗാബുൻ, എല്ലാ സ്വകാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന മഹ്ശറ എന്ന ദിവസമില്ലേ അല്ലാഹു യൗമത് തഗാബുൻ എന്ന് വിളിച്ചത്, ആ ദിവസത്തേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അന്ന് കാണാൻ കേട്ടോ യൗമത് തഗാബുൻ. അന്നാവാം പ്രേമം. ഇവിടുന്ന് ഞാനതിനില്ല എന്ന് ഉറക്കെ നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ കുട്ടികൾക്ക് വേണം. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികൾ പ്രേമവുമായി വരുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിനെ പേടിക്കാൻ പറയണം. പ്രേമം നടിച്ചു വരുന്ന പെണ്ണിനോട് ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരുത്തി കൊടുക്കണം. മക്കയിൽ നടന്നൊരു സംഭവം, ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാത്യാഗിവര്യനായ ഒരു പണ്ഡിതൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിന്റെ സൗന്ദര്യം കണ്ട് പഴച്ചു പോകാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സ്നേഹം തോന്നിയപ്പോ പറഞ്ഞതാ. സ്നേഹം തോന്നി പല ആൾക്കാരും പലതും പറയൂലേ. ഈസ ഇബ്നു മൂസ എന്ന് പറയുന്ന ഒരു ഖലീഫ മൻസൂർ രാജാവിന്റെ കാലത്തിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. പെണ്ണിനോട് ഇയാൾ പറഞ്ഞതാ, സ്നേഹം തലക്ക് കയറിയിട്ട് വല്ലാണ്ടങ്ങ് പ്രേമിച്ചിട്ട് പറഞ്ഞു, എന്ത് അൻതി താലിഖ് ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി, ഈ പൂർണ്ണചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ ത്വലാഖ് സംഭവിച്ചു. എങ്ങനെ? ഈ പൂർണ്ണചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ, ഇയാളെ വിചാരം പൂർണ്ണചന്ദ്രനേക്കാളൊക്കെ ഇവൾ സുന്ദരിയാണെന്നാണ്, അതിനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ ത്വലാഖ് സംഭവിച്ചു. ഇങ്ങനെയൊന്നും ത്വലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ലേ. പക്ഷെ ഒരാൾ അങ്ങനെ കളിച്ചു, എന്ത് ചെയ്യും? ആ പെണ്ണുടനെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് അന്യായ പെണ്ണാണ്, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും? ത്വലാഖ് സംഭവിച്ചല്ലോ, പൂർണ്ണചന്ദ്രനേക്കാളൊക്കെ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇയാൾ നേരെ ഓടി, പടച്ചോനെ കുടുങ്ങിപ്പോയല്ലോ, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. നേരെ ഖലീഫ മൻസൂർ രാജാവിന്റെ അടുത്തെന്നും അവിടെ ഷാഫിഈ ഹനഫി മദ്ഹബിലെ മുഴുവൻ ഫുഖഹാക്കളെയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും ഫത്വ കൊടുത്തു, ത്വലാഖ് സംഭവിച്ചു. എങ്ങനെ പൂർണ്ണചന്ദ്രനേക്കാളും ഇവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് ത്വലാഖ് സംഭവിച്ചു. ഇയാൾ പറഞ്ഞത് അതാണ്, പൂർണ്ണചന്ദ്രനേക്കാളും ഇല്ലം തകൂനി അജ്മല മിനൽ ബദർ, നീ ബദറിനേക്കാളും സുന്ദരിയല്ലെങ്കിൽ നിന്റെ ത്വലാഖ് സംഭവിച്ചു. ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ മാത്രം, ഒരു ഫഖീഹ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളെന്താ ഒന്നും പറയാൻ? എന്റെ അഭിപ്രായത്തിൽ ത്വലാഖ് സംഭവിക്കൂല എന്നാ. എന്തേ? അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും മനോഹരമായ പ്രൊപ്പോർഷനിൽ പടച്ചവനാണ് അല്ലാഹു. ലഖദ് ഖലഖനൽ ഇൻസാൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെയാണല്ലോ ഏറ്റവും മനോഹരമായിട്ട് അല്ലാഹു പടച്ചത്, മനുഷ്യനെയാണ്. മനുഷ്യൻ അഹ്സനു തഖ്വീം, ഏറ്റവും മനോഹരം മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ചന്ദ്രനേക്കാളും മനുഷ്യന് ഭംഗിയുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എല്ലാറ്റിനേക്കാളും ഭംഗി മനുഷ്യനാണ്. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്ക് ശരിയാണല്ലോ, ഇവരുടെ ത്വലാഖ് സംഭവിക്കുകയില്ല എന്നായി. ഖലീഫ മൻസൂർ അതാണ് ഫത്വയായി അംഗീകരിച്ചിരുന്ന. കുഴപ്പമില്ല, പോയിക്കോളി, ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിച്ച ഒരു ത്വലാഖ് എന്ന വാക്ക് പിന്നെ പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണം എന്നാ പറയാം. ആ വാക്ക് തമാശയിൽ പോലും എടുത്ത് കളിക്കരുത്, പറയാൻ പാടില്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് ചോദിക്കുന്നു, നിന്റെ പരിശുദ്ധ മുഖം കണ്ടിട്ട് വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? പറഞ്ഞു, ശരിയാണ്, എന്നെ കണ്ട ആരും നോക്കിപ്പോവും, എന്നെ കണ്ട ആരും ഒന്ന് കൊതിച്ചു പോകും. പെണ്ണുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ നാട്ടുകാർക്കുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്. ആരും കൊതിച്ചു പോകും, അവളും തന്നെ പറയായി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടാണ് നീ കല്യാണം കഴിച്ചതെങ്കിൽ ലഅല്ല ജമാലഹാ യുത്ഗീഹാ, അവളുടെ ആ സൗന്ദര്യം കൊണ്ട് അവൾ പഴിച്ചു പോയേക്കും, അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇവളും പറഞ്ഞു, ശരിയാണ്. ഇയാളിങ്ങനെ ഭർത്താവ് ആലോചിക്കുക, ഭർത്താവും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ സംബന്ധിച്ച് അയാൾക്കൊരു അഭിമാനം തോന്നിയിട്ട് പറഞ്ഞു, മക്കായിലെ ഉബൈദ് ഇബ്നു ഉമൈർ, ആ മഹാനായ പണ്ഡിതനെ ചെന്ന് പഴിപ്പിക്കാൻ പറ്റുമോ? നീ നോക്ക്, നീ ഒന്ന് നോക്ക്, ഒന്ന് ചെന്ന് നോക്ക്. ഹറമിലേക്ക് ചെന്ന് മക്കയിലേക്ക് മഹാനായ അല്ലാമ ഇബ്നു റജബ്, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ ദമ്മുൽ ഹവായിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റഹ്മഹുള്ളയുടെ
പരിശുദ്ധമായ ആ മഖാമിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് മസ്അല പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഹറമിൽ വന്നിരിക്കുകയാണ്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. തനഹ അന്നി ഇലാ സാവിയത്തിൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നാലോ, ചോദിച്ചോ എന്ന് പറഞ്ഞു. ഫകശഫത അൻ വജ്ഹിഹാ, അവരുടെ നിഖാബ് അവൾ അങ്ങ് എടുത്തു മാറ്റിയപ്പോ മനോഹരമായ സുന്ദരിയായ സൗന്ദര്യമുള്ളൊരു പെണ്ണാണ്. അവൾ ചോദിച്ചു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് നിങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്. ചെറുപ്പക്കാരനാണ് ഉബൈദ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ പള്ളിയിൽ ഹറമിലാണ് നടക്കാൻ പോകുന്നത്. ഹറമിൽ വെച്ചാണ് ഈ ചോദ്യം നടന്നത്. പഴപ്പിക്കാൻ പറ്റുമോ എന്ന് പിശാച് ഇങ്ങനെ നോക്കുന്ന ചിന്തയാണ്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്. മരിച്ചു പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോ, നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വരുമ്പോൾ, ഞാൻ ഈ നിന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന വ്യഭിചാരം നിനക്ക് അന്നേരം ഇഷ്ടമാണെന്ന് തോന്നുമോ? ഇല്ല. അദ്ഖൽതിൽ ഖബർ, നീ ഖബറിലേക്ക് പ്രവേശിക്കുകയും ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു നന്മ ചെയ്തു വന്നവരെ നന്നായി സ്വീകരിക്കുകയും തിന്മ ചെയ്തു വന്നവരെ അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ശിക്ഷിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ, ഖബറിലെ ചോദ്യോത്തരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത്, പെണ്ണെ നീ ചെയ്തു പോകുന്ന വ്യഭിചാരത്തെ കുറിച്ച് നിനക്ക് ഇഷ്ടം തോന്നുമോ? അപ്പോൾ ഇല്ലല്ലല്ല, എനിക്കത് വേണ്ട. ഈമാനുള്ള പെണ്ണാണ്, ഒരൽപ്പം ഈമാൻ അവൾക്കുണ്ട്. മഹ്ശറായിലേക്ക് വരുമ്പോ നിന്റെ കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ തരിക എന്ന് പേടിച്ച്, ആർക്കാണോ നന്മകളുള്ളത് അവർ വലത് കൈയിലും, ആരാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത് അവർക്ക് ഇടതിലും നൽകപ്പെടുമ്പോൾ, ആ നേരത്ത് നീ കൊതിച്ചു പോകുമോ ഈ തിന്മ സംഭവിച്ചെങ്കിലും? നീ കൊതിച്ചു പോകുമോ ഈ തിന്മ ഉണ്ടായെങ്കിലെന്ന്? അതല്ല, വേണ്ടെന്നാണോ പറയാ? വേണ്ട വേണ്ട വേണ്ട. ശുറാച്ചിലൂടെ നീ കടക്കുമ്പോൾ ഓരോരുത്തരും അമലുകൾ കുറഞ്ഞു പോയവർ, കുഫറിന്റെ ആളുകൾ, മഅസിയത്തിന്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ നരകത്തിലേക്ക് ഇങ്ങനെ വീഴുമ്പോ സത്യവിശ്വാസികൾ മാത്രം ജയിച്ചു പോകുമ്പോൾ നീ ആഗ്രഹിക്കുമോ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് നീ കൊതിക്കുമോ? ഇല്ല. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഇവർ സ്വർഗ്ഗത്തിലേക്ക് ഇവർ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറഞ്ഞു വിടുമ്പോ, ആ നേരത്ത് ഈ തിന്മ നിന്റെ കൂട്ടിന് വരാൻ നീ ആഗ്രഹിക്കുമോ? ഇല്ല ഇല്ല, എനിക്ക് വേണ്ട വേണ്ട, എങ്കിൽ നമുക്കിതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച മഹാനാണ് ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ. പെണ്ണിനെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞതെടുത്ത് പെണ്ണു ഇങ്ങോട്ട് ചെറുപ്പക്കാരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ എത്ര എളുപ്പമാണ്. ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ആവശ്യം സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യലാണെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തു. ഹാത്തിമുൽ അസം പറയുന്നു ഷഖീഖുൽ ബൽഖിയോട്, അള്ളാഹുവിന്റെ ഈ വചനം കേട്ടപ്പോൾ പിന്നെ എന്റെ ശരീരത്തിന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത്, നിന്റെ ഇഷ്ടമാണ് പടച്ചവനെ. ഇതാണല്ലോ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ലോകത്തെ ആർക്കും മനസ്സിലാകുന്ന ഒരു പോളിസിയാണ്. കള്ളു കുടിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ സമ്മതിക്കോ? ഇല്ല. കള്ളു കുടിച്ചിട്ട് ഓഫീസിലേക്ക് ജോലിക്ക് വരാൻ സമ്മതിക്കോ? ഇല്ല. കള്ളു കുടിച്ചിട്ട് ഒരു പൊതുസഭയിൽ ഒരാൾ വന്നിരിക്കാൻ സമ്മതിക്കോ? ഇല്ല. പിന്നെ എപ്പോഴാ സമ്മതിക്കുക? കള്ളു കുടിച്ചത് എൻ്റെ വയറ്റിൽ തന്നെ കിടക്കുകയാണെ പൊരി പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണാം. സമൂഹത്തിൽ പല ചിന്തക്കാരില്ലേ? ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? നീ അത് തൊടണ്ട, നിനക്കത് വേണ്ട, നീ അത് ചെയ്യരുത്, നീ ഒരിക്കലും തൊടണ്ട. നീ എപ്പോഴാ വണ്ടി എടുത്ത് പോവാന്നറിയോ? നീ എപ്പോഴാ നിന്റെ ഉള്ളിലെ മുഴുവൻ സ്വകാര്യതകളും വായിലൂടെ നീ പോലും അറിയാതെ വിളിച്ചു പറഞ്ഞ് അപമാനിതനാകാൻ നീ ഒരുക്കമാണോ? വേണ്ട, നിന്റെ ബുദ്ധിയെ നീ സൂക്ഷിക്കേ. ഡ്രഗ്സ് നീ ഉപയോഗിക്കല്ലേ, മയക്കുമരുന്ന് അടിമപ്പെടല്ലേ, മദ്യപാനത്തിലേക്ക് നീ പോകല്ലേ. എന്തിന്? നിന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ. അള്ളാഹുവിന്റെ നിയമമാണത്. ഞാൻ എന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ. ആർക്കെല്ലാം എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. അത് വണ്ടി ഓടിക്കുന്ന, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ? ഇല്ല. there are certain rules to be followed. മനുഷ്യന്മാരെ നിയമം പാലിച്ചിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സ്കൂളിൽ നിയമമില്ലേ?
ഒരു നഗരസഭയിലേക്ക് ചെന്നാൽ അവിടെ നിയമമില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ നിയമമില്ലേ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിയാണ് ഇന്ന് ഏറ്റവും വലിയ സീരിയസ് ആയ വിഷയം. കളി ഭയങ്കര സീരിയസ് ആണ്. കളിയിലെ നിയമങ്ങളൊക്കെ എന്താ? എല്ലായിടത്തും നിയമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള നിയമമാണ് പരിശുദ്ധ ഖുർആനും അവന്റെ തിരുനബിയുടെ സുന്നത്തും. ഇത്രയേ ഉള്ളൂ. ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും ചെയ്താൽ ലോകത്ത് എന്ത് സംഭവിക്കും? ശരീരത്തെ നീ കൺട്രോൾ ചെയ്യേ. നിന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് ഒത്തു വന്നിട്ടുണ്ടോ? നീ പൊയ്ക്കോ, ഗോ അഹെഡ്. നിന്റെ ആഗ്രഹവും അള്ളാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അള്ളാഹുവിന്റെ ചോയ്സ് അത് നീ തെരഞ്ഞെടുക്ക്. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹം നീ വിട്ടേച്ചുകള. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. 8 മസ്അലകൾ പഠിച്ചെടുത്ത 33 വർഷത്തെ വൈജ്ഞാനിക സപര്യയിലെ 8 മസ്അലകളിലെ 2 മസ്അലകൾ മഹാനായ ഹാത്തിമുൽ അസം തന്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ശരീരത്തെ സൂക്ഷിക്കണം. മൂന്നാമത്തേത് എന്താണ്? ഷഖീഖുൽ ബൽഖിയുടെ ചോദ്യം, അന്നി നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറഅയ്തു കുല്ലു മൻ മഅഹു ശൈഉൻ ലഹു ഖീമത്തുൻ വമിഖ്ദാർ റഫഅഹു വഹഫിളഹു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും വളരെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യൻ പറയാൻ, ലോക മനുഷ്യരെങ്ങനെ നോക്കുമ്പോ വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതിന് വില കിട്ടുമല്ലോ. സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക, 2 വർഷം കഴിയുമ്പോൾ വില ഇരട്ടിയാകുമല്ലോ. കിടക്കട്ടെ. ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നവർ, ജ്വൽസ്, ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, ഒക്കെ വിലപിടിപ്പുള്ളത്. വിലപിടിപ്പുള്ള ഒന്ന് വാങ്ങി വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വാങ്ങിച്ചു വെക്കാനുള്ള ആഗ്രഹം തോന്നും. ആയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാ, ആയിക്കോട്ടെ. ഹാത്തിമുൽ അസം പറയണേ, 33 കൊല്ലം കൊണ്ട് പഠിച്ച മൂന്നാമത്തെ മസ്അല. ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഓരോരുത്തരും വിലപിടിപ്പുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ബാങ്ക് ലോക്കറുകളിലാണ്, ചിലത് വീടിന്റെ ഉള്ളിൽ ആരും കാണാത്തിടത്ത് സൂക്ഷിച്ചു വെച്ചത്. ട്രഷേഴ്സ്, നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പിന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വചനം ഞാൻ കാണുന്നത്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. നിങ്ങളുടെ കയ്യിൽ തീർന്നു പോകും. നിങ്ങൾ മരിച്ചാലെങ്കിലും ആളുകൾ എടുത്തു പോകും, അല്ലേ? നിങ്ങളുടെ വറസത്ത്, നിങ്ങളുടെ അനന്തരാവകാശികൾ അതെടുത്തു പോകും. മാ ഇൻദകും യൻഫദ്, പക്ഷേ വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ അരികത്ത് എന്താണോ ഉള്ളത്, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ. ഫകുല്ലമാ വഖഅ മഈ ശൈഉൻ ലഹു ഖീമത്തുൻ വമിഖ്ദാർ വജ്ജഹ്തുഹു ലില്ലാഹ് ലിയബ്ഖാ ഇൻദഹു മഹ്ഫൂളാ. അങ്ങനെ ഞാനൊരു ആയത്ത് കണ്ടപ്പോ എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, എല്ലാം. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നമ്മുടെ കയ്യിലൊക്കെ തീരും, അള്ളാഹുവിന്റെ അടുത്തുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ ഏതൊരു വിലപിടിപ്പുള്ള സാധനം എനിക്ക് ലഭിച്ചാലും ഞാനത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നീക്കി കൊടുക്കുകയായി. അള്ളാഹുവിന് പോകട്ടെ, എന്റെ വക ഇത്ര അള്ളാഹുവിന്റെ പള്ളിക്ക്, ഇത്ര അള്ളാഹുവിന്റെ ദീനിന്, ഇത്ര ഈ പരിപാടിക്ക്, ഇത്ര ഈ ഒരു വഅദിന് അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എനിക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ളതുണ്ടോ അതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയോ? നാളെ നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പൊ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, കുറെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. കാരണം മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും. ഈ ലോകത്തിന്റെ ചിത്രം തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يجعله حطاما. വിശുദ്ധ ഖുർആൻ യഅലമു സൂറത്തുൽ ഹദീദ്, നിങ്ങളൊക്കെ അറിയണം.
ചെറുപ്പക്കാരറിയണം, ചെറുപ്പക്കാരികൾ അറിയണം, പ്രായമുള്ളവരറിയണം, ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞോളൂ. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുർ. 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ വേൾഡ്ലി എക്സ്പീരിയൻസ്, നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ദുനിയാവും ആലമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ കടലും ഈ തെങ്ങും ഈ വൃക്ഷങ്ങളും ആകാശവും മലകളും കുന്നുകളും പുഴകളൊക്കെ ആലമാണ്, അള്ളാഹിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വം വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. ഇതിന്റെ ഒരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന സംഗതി. ദുന്യാവ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകം അനുഭവിക്കുന്നത്, അതിനാണ് ദുന്യാവ് എന്ന് പറയാം. നമ്മൾ പോയാൽ ദുന്യാവ് ഇവിടെ നിന്ന് പോയി, പക്ഷെ ആലം ലോകം ഇവിടെ ബാക്കിയുണ്ട്. വ്യത്യാസമുണ്ട്. ദുന്യാവ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ്, നമ്മൾ എങ്ങനെ ഈ ജീവിതം അനുഭവിക്കുന്നു. ഈ ലോകത്തിന്റെ അനുഭവം 5 എന്ന പരിശുദ്ധ ഖുർആൻ 5 എണ്ണമാണ്. 1 ലൈബുൻ, കളിയാണ്. വലഹു, എന്റർടൈൻമെന്റ്. വസീന, ബ്യൂട്ടിഫിക്കേഷൻ. വതഫാഖുർ, ബോസ്റ്റിംഗ്. വതകാസുർ ഫിൽ അംവാലി വൽ ഔലാദ്, കോമ്പറ്റീഷൻ. ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഇതിലൂടെ സന്തോഷം കിട്ടുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഖുർആൻ പറയുന്നു കിട്ടൂല. ഇതുകൊണ്ട് സന്തോഷം കിട്ടും നമ്മൾ വിചാരിക്കും, പക്ഷെ നമുക്ക് കിട്ടൂല. ഏതുപോലെ? കമസലി ഗൈസിൻ, മഴ പോലെ. ഗൈസ് എന്ന അറബിയിൽ പറഞ്ഞാൽ മഴയ്ക്ക് ഒരുപാട് വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. മഴയ്ക്ക് ഒരുപാട് പേരുകൾ, പക്ഷെ മഴയാണെങ്കിലും അറബ് ലോകത്ത് പെയ്യൽ വളരെ വിരളം. പക്ഷെ മഴയ്ക്ക് എത്ര പേരുകളാണ്. അതിൽ ഗൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ഭൂമിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ, ആ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം. കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ വാബിൽ എന്ന് പറയും, അല്ലേ? ഗൈസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴ. ഫ്ലഡിങ് ആയില്ല, ഡ്രോട്ട് ആയില്ല, പക്ഷേ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു മഴ പെയ്തു, കൃഷി മുളച്ചു. അതിങ്ങനെ കതിരുകളായി വരുമ്പോ കർഷകൻ വിചാരിച്ചു, വാവ്, വളരെ മനോഹരം, ഈ കതിരുകളൊക്കെ ഒന്ന് ഉണ്ടായി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നാളെ എനിക്ക് കാശാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അള്ളാഹു ചുടുകാറ്റടിച്ച് നശിപ്പിച്ച് മഞ്ഞയായി മാറുന്ന കൃഷിയിടത്തെ പോലെ. ആ മഞ്ഞയായത്, അത് പച്ചയായിരുന്നു. അത് മഞ്ഞയാവാനല്ല കർഷകൻ അധ്വാനിച്ചത്, പക്ഷേ അത് മഞ്ഞയായി പോയി. ഇനി അത് കാറ്റിലൂടെ പറക്കാൻ. ഇതുപോലെയാണ് നിങ്ങളുടെ ലോകത്തെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പരിശുദ്ധ ഖുർആൻ. കളിയും എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ സീന. ഒരു കുട്ടി ജനിക്കുന്നത് ഉടനെ കുട്ടിക്ക് ആവശ്യം കളിയാണ്, ടോയ്സ്. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കും, അല്ലേ? കളിക്കാനുള്ള സാധനങ്ങൾ. ലൈബുൻ, കുട്ടികളെ പാല് കൊടുത്ത്, ഉമ്മ പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയാലൊന്നും കുട്ടികൾ ഉറങ്ങൂല. അവരൊന്ന് കളിപ്പിക്കണം, ഒന്ന് ഇക്കിളിപ്പെടുത്തണം, ഒന്ന് പൊക്കണം, ഒന്ന് അവരെ കൊണ്ട് കളിക്കണം, ഒന്ന് ആടി ഉലയണം. അവർക്ക് കളി ഇഷ്ടമാണ്, ലൈബ് ഇഷ്ടമാണ്. ഒരു 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്റർടൈൻമെന്റ് വേണം. പിന്നെ ലഹുവിലേക്ക് ആവശ്യമായി തുടങ്ങി. അത് സ്കൂൾ പ്രായത്തിൽ ഒരു സ്കൂൾ 4, 5ലേക്ക് 6ലേക്ക് 7ലേക്ക് എത്തുന്നത് വരെ അവർക്ക് ലഹുവ് വേണം, എന്റർടൈൻമെന്റ്. കളിക്കൂട്ടുകാര് വേണം, എപ്പോഴും ബിസി ആയിരിക്കണം. ടിവിയോ അതുപോലെ നെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വിരുന്നിന് പോലും മക്കൾ പോകില്ല. എന്തേ? അവിടെ ബോറടിക്കുന്നു. എന്തേ? നത്തിങ് ടു കീപ് ദം ബിസി. ഇതാ വിഷയം. നമുക്ക് അവരെ എപ്പോഴും ബിസി ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നു ഈ കളി കൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഒരു ടോയ് നിങ്ങൾ മേടിച്ചു കൊടുത്തു, ആ ടോയ് വീട്ടിലേക്ക് എത്തി 4 ഏറ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട. കുട്ടി പറയുന്നു വേറെ വേണം, ഇതെനിക്ക് വേണ്ട, ഇനി വേറെ വേണം. ഒരു ഗെയിം മേടിച്ചു കൊടുത്തു, ആ ഗെയിം കുട്ടി കണ്ടു. ഇപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജിന്റെ എബവ് ലെവലുള്ള ഗെയിമുകളാണ് കുട്ടികൾക്ക്. 8 വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളത് 5 വയസ്സുള്ള കുട്ടിയപ്പോൾ കളിക്കുന്നത്. അതാ വിഷയം. 18 വയസ്സ് കളിക്കാനുള്ള ഗെയിം കളിക്കുന്നത് 10 വയസ്സുള്ള കുട്ടികൾ. അപ്പോഴേക്കും അവർ ബോറടിച്ചു, ഇനി ഇത് വേണം, എനിക്ക് വേറെ വേണം. ആദ്യം അവർ വിചാരിച്ചെന്താന്ന് പറയും, ഈ ഗെയിം കിട്ടിയാൽ മതി, ഞാൻ ശരിക്ക് പഠിച്ച് ജയിച്ച് നല്ല കുട്ടിയായിക്കോളാം. മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറയും എനിക്കിത് വേണ്ട, ഇത് രസമല്ല. നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് രസം കിട്ടുന്നു, ഇല്ല. വസീനത്തുൻ, ആർഭാടം, ബ്യൂട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ കുറെ നേരം ചെലവഴിക്കുന്നത്. കുട്ടികളും തുടങ്ങും ആ നേരത്ത്. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാനിപ്പോ ചൊറുക്കുണ്ടോ, എന്നെ ഇപ്പൊ കാണാൻ തരക്കേടുണ്ടോ, അവന്റെ ട്രൗസറും അവൻ ഇൻ ചെയ്തും അവന്റെ ഷൂവും അവന്റെ ടൈയും അവന്റെ ബെൽറ്റും ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണിത്. അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ സീനത്തുൻ, പിന്നെ ആർഭാടത്തെ കുറിച്ചുള്ള ചിന്തയായി, ഭംഗി വേണമെന്നായി.
അതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ സോക്സ് രണ്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ഷൂ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഭംഗിയുള്ളത് വേണം. വീടിന് ഭംഗിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെയും ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കൂല. വാപ്പാൻ്റെ കാറ് പഴയ മാരുതി 800 ആണെങ്കിൽ, വാപ്പ സ്കൂളിൻ്റെ മുമ്പിൽ എന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ, നിങ്ങൾ മാണിക്കോത്ത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബാക്കി നടന്നോളാം, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ പഴയ കാറൊന്നും എൻ്റെ കൂട്ടുകാർ കണ്ടുപോകണ്ട. കുട്ടിക്ക് സൗന്ദര്യബോധം തോന്നി തുടങ്ങിയെന്ന സീന. പിന്നെ പറഞ്ഞു വതഫാഖുറുൻ, നിങ്ങൾക്ക് ബോസ്റ്റിംഗ് വരും. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ അണ്ണാമല. എന്ത് അണ്ണാമലയുടെ? ഞാൻ പോകുന്നത് എവിടെ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വാവ്. ഞാൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, ഞാൻ പഠിക്കുന്നത് ജോഹന്നസ്ബർഗിലാണ്, ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്. നീ ഇവിടെ? നീ കാസർഗോഡ് പഠിക്കുക, ഞാൻ പഠിക്കുന്നത് ടൊറാൻറ്റോയിലാണ് ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിമാനം തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്നത് ഏതോ വലിയ സ്ഥാപനത്തിനാണെന്ന തോന്നലുകൾ, ബോസ്റ്റിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പെരുമ പറച്ചിൽ. എൻ്റെ ഭർത്താവിന് അതുണ്ടെന്ന് പെണ്ണ് പറയുന്നത്, എൻ്റെ കുടുംബത്തിന് ഇത്രയുണ്ടെന്ന് പെണ്ണ് അഭിമാനിക്കുന്നത്, ഇതൊക്കെ ബോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാർ ആദ്യം പറയും ഞാനൊന്ന് കല്യാണം കഴിക്കൂലേ. പക്ഷെ കുറച്ച് ശരി മോനെ, നീ പറഞ്ഞ പോലെ തന്നെ ആവ്, ഒന്ന് വെയിറ്റ് ചെയ്ത് അവരെന്നെ പറയും കല്യാണമൊക്കെ ആവാം. കല്യാണം കഴിച്ചാലും ശരി, നിങ്ങളെപ്പോലെ ആ പിറ്റത്തെ കൊല്ലം തന്നെ കുട്ടി, അതൊന്നും എനിക്ക് വേണ്ടേ, അതൊക്കെ അവൻ പറയും. കുറച്ച് കഴിഞ്ഞ് അവരും തോന്നി തുടങ്ങും, ഒരു കുഞ്ഞില്ലാതെ എന്ത്, ഞങ്ങൾ രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കുഞ്ഞ് വേണ്ടേ, ഒന്ന് എൻഗേജ് ചെയ്യാൻ. കുഞ്ഞായി തുടങ്ങി. കുട്ടിയായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ചിന്ത പിന്നെ കുട്ടിയാണ് അല്ലെ. ഗർഭത്തിലായിരിക്കുമ്പോൾ പടച്ചോനെ ഈ കുട്ടിയാണോ പെണ്ണോ എന്തായാലും കുഴപ്പമില്ല റബ്ബേ, നല്ല ഒരു കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണും കാഴ്ചയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല സൃഷ്ടിപ്പുള്ള കുട്ടിയായാൽ മതി പടച്ചോനെ, നിറവും എനിക്ക് കുഴപ്പമില്ല എന്നാ പറയാം. പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് നിറക്കാവായിരുന്നല്ലേ. പിന്നെ ആലോചിച്ചു തുടങ്ങും പടച്ചോനെ, അതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പിന്നെ ആ ചോയ്സ് വരാ. അതിനും അതൊന്നുമില്ല, കുഞ്ഞാണ്. പിന്നെ ആകെ പ്രശ്നം പിന്നെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ് വാപ്പക്ക്. ഏത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം, നാളത്തെ സ്കൂളിലേക്ക് പോകാനുള്ള സംഗതി റെഡിയായ, അവൻ്റെ സോക്സ്, അവൻ്റെ ഷൂ, അവൻ്റെ ബാഗ്, അവൻ്റെ സ്കൂൾ ഫീസ്, മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നിലനിൽപ്പിന് പിന്നെ വരുമാനങ്ങൾ വേണം. സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ചിന്തയായി തുടങ്ങി. ദുനിയാവ് ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ സന്തോഷം കിട്ടുമെന്ന്, സന്തോഷം കിട്ടുകയില്ല. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചിക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെന്നറിയോ? കുട്ടി നേരത്തെ ഗെയിം കിട്ടിയപ്പോൾ പറഞ്ഞില്ലേ, ടോയ് കിട്ടിയപ്പോൾ എനിക്ക് ഇത് മതി വാപ്പ, എനിക്ക് വേറൊന്നും വേണ്ട. ശരി, മേടിച്ചു കൊടുത്തു. 2 ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ച് തകർത്തവൻ. ഗെയിം ഇനി അവന് വേണ്ട. മനോഹരമായൊരു വാഹനം, നമ്മൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ റോഡിലൂടെ ഓടുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഒരു വാഹനം ഓടിക്കുന്നവൻ അത് മേടിച്ച, അത് വാങ്ങിച്ച ആള് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ വാഹനം, ഈ ബ്രാൻഡ്, ഐ ലവ് ഇറ്റ്. ശരി, വാങ്ങിച്ചു. പിറ്റേത്തെ വർഷം നെക്സ്റ്റ് മോഡൽ വന്നു, പുതിയ മോഡൽ റോട്ടിലേക്ക് ഇറങ്ങി. പടച്ചോനെ, എൻ്റെ വണ്ടി പഴയ പുതിയ ഇറങ്ങിയിട്ട് അത്ര രസമില്ലല്ലോ. അവൻ്റെ വാഹനം പിന്നെ കണ്ണിൽ മഞ്ഞയാണ്. മനോഹരമായ വീട് വെച്ച് ഒരുപാട് ആളുകളെ വീട് സൽക്കാരത്തിലേക്ക് വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വിളിച്ചു. നമ്മൾ ടോയ്ലറ്റ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു, സന്തോഷപ്പെടുത്തി. തൊട്ടരികത്ത് മറ്റൊരു വലിയ വീട് വന്നു. അപ്പോഴേക്കും ഇവന്റെ വീട് പിന്നെ മഞ്ഞയാണ്. ഇത് എന്തോ വലിയ സാധനം, ഞാൻ വിചാരിച്ചു ഇതിലും വലുതെന്റെ അയൽപക്കത്ത് വന്നല്ലോ. ഇവൻ വിചാരിച്ചു എനിക്കൊരു വീടെന്ന സ്വപ്നമേ ഉള്ളൂ ഉസ്താദേ, അതൊന്ന് പൂർത്തിയാവാൻ ദുആരക്കണം. അൽഹംദുലില്ലാഹ്, അവന്റെ വീടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അവന് വിചാരിച്ചു ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന്, കിട്ടിയിട്ടില്ല. തൊട്ടരികത്ത് മറ്റൊരാൾ അതിലും വലുത് കൊണ്ടുവച്ചു. ചിലർ പറഞ്ഞു എനിക്ക് ഇന്നവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ച ചെറുപ്പക്കാർ അല്ലേ. പ്രേമൊക്കെ തലക്കടിച്ചിട്ട് കയറിയിട്ട് ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ കല്യാണം കഴിഞ്ഞു. ഇതിനായിരുന്നപ്പോ ഞാൻ ഈ ഓട്ടൊക്കെ ഓടിച്ചത്. യാ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോകുമ്പോ അല്ലേ, ബേക്കൽ കോട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീഴുമ്പോഴേക്കും തന്റെ പുതുനാരി പെണ്ണിന്റെ കൈ പിടിച്ച്, നീ വീണോ, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ പെണ്ണ് 2 കുഞ്ഞിനെയും കൊണ്ട് നടക്കണ നേരത്ത് അങ്ങാടിയിൽ ഒന്ന് കാലിട വീണാൽ, വേഗം എഴുന്നേറ്റ് നടന്നിട്ടോ, ആൾക്കാരല്ലേ നിന്നെ പൊക്കാനെന്ന് എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ചിന്തിക്കുന്ന പരുവത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണ് സന്തോഷമെന്ന്. അല്ലല്ലല്ല. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ വിചാരിക്കുന്നു ഇതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു. ഇല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന് വേണ്ടി എന്താണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്,
നിങ്ങളുടെ പ്രാർത്ഥനകൾ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുആകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൈയും കാലും തലയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന സുജൂദുകൾ, ഇതിനേക്കാളൊന്നും മധുരമുള്ള മറ്റൊന്ന് ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് ആർഭാടങ്ങളെ കൊണ്ടല്ല, ഗെയിം കൊണ്ടല്ല, കളി കൊണ്ടല്ല, മറ്റൊന്നുകൊണ്ടുമല്ല. പിന്നെ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ്. അങ്ങനെയാണെന്ന് കണ്ടപ്പോ അല്ലാഹുവേ, എന്റെ എല്ലാ വിലപിടിപ്പുള്ളതും നിന്റെ വഴിയിലേക്ക് ഞാൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസം തന്റെ ഗുരുവിനോട് ശഖീഖുൽ ബൽഖിയോട് ആദ്യം പറഞ്ഞത് കൂട്ടുകാർ, മെഹബൂബ്. അല്ലാഹുവേ, നീ മെഹബൂബുകൾ ഓരോരുത്തർക്കും ഉള്ളപ്പോൾ എന്റെ മെഹബൂബ് നീയാണ്. മെഹബൂബുകൾ ഖബർ വരെ വന്ന് തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ കടക്കാൻ ഒരു മെഹബൂബിനെ ഞാൻ അന്വേഷിച്ചിറങ്ങി. അതെന്റെ സൽക്കർമ്മങ്ങളാണ്. രണ്ടാമത്തേത്, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവേ, നിനക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ പഠനം, ലോകത്ത് എന്തൊക്കെയോ സന്തോഷമാണെന്നും എന്തൊക്കെയോ കൊണ്ട് എന്തൊക്കെയോ ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഇതിലൊന്നും ഒരു കഥയില്ലെന്നും മനസ്സുകൊണ്ട് അല്ലാഹുലേക്ക് ബന്ധിക്കുമ്പോഴാണ് അല്ലാഹു സമാധാനം തരുന്നതെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ എല്ലാ വിലപ്പെട്ടതും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. അല്ലാഹ് ഹാത്തിമുൽ അസമ്മ പറഞ്ഞു തുടങ്ങുകയാണ്. നാലാമത്തേത്, നളറതു ഇലാ ഖൽഖ്,